ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഇടിമുഴക്കത്തിൽ യൂറോപ്പ് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയ ഒരു കൊടുങ്കാറ്റ്. ഈ വിപ്ലവം ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യ 32 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വതന്ത്രമാകുമായിരുന്നു. 1915 ഫെബ്രുവരി ലോകമഹായുദ്ധത്തിന്റെ അഗ്നിയിൽ യൂറോപ്പ് കത്തിയെരിയുകയായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം പൂർണ്ണമായും യൂറോപ്പിലെ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയം. സോഹൻ സിംഗ് ഭക്ന, ലാല ഹർദയാൽ, യുവ വിപ്ലവകാരി കർത്താർ സിംഗ് ശരഭ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗദ്ദർ പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഇതിലും നല്ലൊരു സമയമില്ലെന്നുറപ്പിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ ഒരു രഹസ്യയോഗം ചേർന്നു. ധീരവും വ്യക്തവുമായ ഒരു തീരുമാനം അവിടെ എടുത്തു. 1915 ഫെബ്രുവരി 21 ഇന്ത്യയിലെ പല നഗരങ്ങളിലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവം പൊട്ടിപ്പുറപ്പെടും. ഗദ്ദർ പാർട്ടി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. അമേരിക്ക, കാനഡ, ഹോങ്കോങ് എന്നിവിടങ്ങളിലേക്കും അത് വ്യാപിച്ചിരുന്നു. ഗദ്ദർ അഥവാ വിപ്ലവത്തിന്റെ പ്രതിധ്വനി എന്ന തങ്ങളുടെ പത്രത്തിലൂടെ അവർ ശക്തമായ ഒരു സന്ദേശം പ്രചരിപ്പിച്ചു. നമ്മുടെ പേരെന്താണ്? വിപ്ലവം. നമ്മുടെ ജോലി എന്താണ്? വിപ്ലവം. ഇതൊരു വെറും മുദ്രാവാക്യമായിരുന്നില്ല, അതൊരു പോരാട്ടത്തിനുള്ള ആഹ്വാനമായിരുന്നു. ഇത് കേട്ട് അമേരിക്കയിൽ താമസിച്ചിരുന്ന 100 കണക്കിന് പഞ്ചാബി കർഷകർ തങ്ങളുടെ ഭൂമി വിറ്റും ജീവിതം ഉപേക്ഷിച്ചും സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഇന്ത്യയിലേക്ക് മടങ്ങി. ബ്രിട്ടീഷുകാർ യൂറോപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട ജർമ്മനി ഇതൊരവസരമായി എടുത്തു. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഗദ്ദർ പാർട്ടിയുമായി കൈകോർത്തു. പണം, ആയുധങ്ങൾ, രഹസ്യാഭയം എന്നിവ നൽകുന്നതിനായി ബെർലിനിൽ ബെർലിൻ കമ്മിറ്റി രൂപീകരിച്ചു. ആനി ലാർസൺ, മാവറിക് എന്നീ 2 കപ്പലുകളിലൂടെ ഏകദേശം 8000 റൈഫിളുകളും 40 ലക്ഷം വെടിയുണ്ടകളും അയക്കാൻ ജർമ്മനി പദ്ധതിയിട്ടു. രഹസ്യ സന്ദേശങ്ങൾ, പണമിടപാടുകൾ, ആഗോള പരിശീലന ശൃംഖലകൾ എന്നിവയാൽ ഈ വലിയ നെറ്റ്വർക്ക് ബന്ധിക്കപ്പെട്ടിരുന്നു. ഹിന്ദു സിഖ് വിപ്ലവകാരികൾ ഒത്തൊരുമിച്ച് ലോകമെമ്പാടും നിന്ന് ഫണ്ടും പിന്തുണയും വിവരങ്ങളും കൈമാറി. അപ്പോഴേക്കും വിപ്ലവത്തിന്റെ അഗ്നി ഇന്ത്യയിലുടനീളം പടർന്നിരുന്നു. വിഷ്ണു ഗണേഷ് പിംഗ്ലെ റാഷ് ബിഹാരി ബോസിനോടൊപ്പം ചേർന്ന് വിപ്ലവത്തിന്റെ ചുമതല ഏറ്റെടുത്തു. സൈനിക കവാടങ്ങളിലേക്ക് രഹസ്യ സന്ദേശങ്ങൾ അയച്ച റാഷ് ബിഹാരി ബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈനികരെ സജ്ജരാക്കി. പക്ഷേ ഉള്ളിലുള്ള ഒരു ഒറ്റുകാരൻ എല്ലാം നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ ഒരു ഇൻഫോർമർ ഈ പദ്ധതി മുഴുവൻ ബ്രിട്ടീഷ് അധികൃതർക്ക് ചോർത്തി നൽകി. ബ്രിട്ടീഷുകാർ ഉടനടി നടപടിയെടുത്തു. സൈനിക ക്യാമ്പുകളും മറ്റു പ്രധാന സ്ഥലങ്ങളും കർശന നിരീക്ഷണത്തിലാക്കി. വിപ്ലവത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ചോർന്ന വിവരങ്ങൾ ആ പദ്ധതി അപ്പാടെ തകർത്തു കളഞ്ഞത്. വിപ്ലവം തടയപ്പെട്ടു. പിന്നാലെ ക്രൂരമായ ബ്രിട്ടീഷ് അടിച്ചമർത്തൽ ആരംഭിച്ചു. ലാഹോർ ഗൂഢാലോചന കേസ് ആരംഭിച്ചു. 114 വിപ്ലവകാരികൾക്ക് ജീവപര്യന്തം തടവും 93 പേർക്ക് ദീർഘകാല തടവും ലഭിച്ചു. അനേകം പേരെ സെല്ലുലാർ ജയിലിലേക്ക് അയച്ചു. തുടർന്ന് 19കാരനായ കർത്താർ സിംഗ് ശരഭ, കലാ സിംഗ്, വിഷ്ണു ഗണേഷ് പിംഗ്ലെ തുടങ്ങി അനേകം ധീരനായകർ 1915 പുഞ്ചിരിയോടെ തൂക്കുമരത്തിലേറി. 1915 ഗദ്ദർ പ്രസ്ഥാനം വിജയിച്ചില്ലായിരിക്കാം, പക്ഷേ അത് പിൽക്കാലത്ത് ഭഗത് സിംഗിനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ ഒരു തീപ്പൊരിയായി മാറി. ഇതൊരു പരാജയപ്പെട്ട വിപ്ലവത്തിന്റെ കഥയല്ല, മറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ധീരതയുടെ കഥയാണ്.